കോഴിക്കോട്ടെ സ്വിഗ്ഗി തൊഴിലാളികളുടെ സമരം അവസാനിപ്പിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം നിർത്തിയത്. ഈ മാസം 23-ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കും. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഈ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പിന്നോട്ടില്ല, അതിൽ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ഈ തൊഴിലാളികൾ. അതിൽ ഒരു സമവായം വരും ചർച്ചയിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അഭിജിത്ത്? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ സ്വിഗ്ഗി ജീവനക്കാർ പണിമുടക്കിയത്. ഇതിന് പിന്നാലെ തൊഴിൽ മന്ത്രിയുമായി ഒരു ചർച്ച നടന്നു. തുടർന്ന് ഇവർ ഈ സമരം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ജീവനക്കാർ ഈ സമരം പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരമൊരു ചർച്ചയുടെ കാര്യം തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടിലായിരുന്നു കോഴിക്കോട്ടെ സ്വിഗ്ഗി ജീവനക്കാർ. അവർ തങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഏതായാലും ഇന്നിപ്പോൾ ഇത്തരത്തിൽ മന്ത്രിയുമായൊരു ചർച്ചയുണ്ടായെന്നും 23-ന് വീണ്ടും തൊഴിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടന്ന് അതിനുശേഷം തങ്ങളുടെ ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നാണ് കോഴിക്കോട്ടെ സ്വിഗ്ഗി ജീവനക്കാരും അറിയിക്കുന്നത്. അതായത് നിലവിൽ അവരും ഈ പണിമുടക്കിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. നേരത്തെ വിവിധങ്ങളായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ സ്വിഗ്ഗി ജീവനക്കാരുടെ പ്രതിഷേധം, അവരുടെ പണിമുടക്ക്. പ്രധാനമായും അവരുടെ ഈ വേതനത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഈ മാനേജ്മെന്റ് എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഈ സ്വിഗ്ഗി ജീവനക്കാർ ഉന്നയിച്ചത്. അതിനെ തുടർന്ന് അവർ തെരുവിലിറങ്ങുകയും മുദ്രാവാക്യം വിളിച്ച് ആ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തതാണ്. ഇത് നേരത്തെയും നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഇവരുടെ ഭാഗത്ത് നിന്ന് കണ്ടതാണ്. ഏതായാലും ഒരു സമവായമാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകും. പക്ഷേ നിലവിൽ ഒരു ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറായ സാഹചര്യത്തിൽ 23-ന് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം മറ്റ് ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നുള്ളതാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്.